ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചുട്ടരച്ച ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. തക്കാളി വറ്റൽമുളക് ചുട്ടരച്ച ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുപ്പായ തക്കാളി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം ചമ്മന്തിയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് തക്കാളിയുടെ അളവ് നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ്. ഞാനിപ്പോൾ 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം എരിവായത് കാരണമാണ് 10 എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ളതാണെങ്കിൽ ഇത്രയും ആവശ്യമായിട്ടില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചുമന്നുള്ളിയാണ്. ഞാനിപ്പോൾ 20 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. വലുതും ചെറുതൊക്കെ ആയത് കാരണമാണ്. വലിയ ചുമന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ 15 മാത്രം എടുത്താൽ മതി. 2 വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി ചുമന്നുള്ളിക്ക് പകരം വേണമെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള എടുത്താലും മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. ചെറിയൊരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു പീസ് പുളി ആവശ്യമായിട്ടുണ്ട്. ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിക്കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകൊന്ന് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ഇത് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇതാ പെട്ടെന്ന് തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചുമന്നുള്ളിയാണ്. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതിപ്പോൾ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പില തണ്ടോട് കൂടി തന്നെ 2-3 പീസായിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ എടുത്ത് വെച്ച വാളൻപുളി കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുത്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർക്കരുത്, ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ. തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്കിത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ടൊന്ന് മാറി വരണം. ഇതുപോലെ കളറൊക്കെ നന്നായിട്ട് മാറി വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതാ തൊലി മുഴുവനായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് വറ്റൽമുളക് ഇതുപോലെ 2 പീസാക്കി എടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പുളി ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. നന്നായി വേവിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞു വന്നോളും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്